പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിങ്കിയുമായി നിർമ്മൽ അടുക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗൗതമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്ന് ഗൗതം നിർമ്മലിനെ ചെന്ന് കാണുകയാണ്. നിർമ്മലിനോട് നിർമ്മൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും തിരികെ പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ്. അവർക്ക് കൃത്യമായി വാടകയും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് കേൾക്കുന്ന ഗൗതം, നിനക്ക് വേണ്ട പൈസ നീ പറഞ്ഞാൽ മതി, അത് നൽകാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നീ വേഗം ഇറങ്ങിപ്പോകണം. ഇത് പൈസയുടെ കാര്യമല്ല. ഗൗതം ആ കാര്യം മനസ്സിലാക്കണം എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഗൗതം പറയുമ്പോൾ ഇറങ്ങിപ്പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗതമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഗൗതം പിങ്കിയുമായി എന്താണ് നിന്റെ പ്രോഗ്രാംസ് എന്ന് ചോദിക്കുന്നു. പിങ്കി എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നീ പിങ്കിയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് വേണ്ട. ആവശ്യമില്ലാതെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതമിനോട് നിർമ്മൽ. ഞാൻ പിങ്കിയുമായി അടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇതൊക്കെ വെറുതെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. ഇനി നിങ്ങൾ വെറുതെ വാശി പിടിപ്പിക്കുകയാണ് എങ്കിൽ പിങ്കിയെ ഒരുപക്ഷെ വിവാഹം കഴിക്കാനും ഞാൻ തീരുമാനമെടുക്കും. പിന്നെ ഞാനൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനും എനിക്കറിയാം. ഓ പിന്നെ നീ വെറുതെ വെല്ലുവിളിക്കാതെ നിന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിനക്കുള്ള തിരിച്ചടി നൽകാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇതുപോലുള്ള പല വെല്ലുവിളികളും ഞാൻ ഒരുപാട് കേട്ടിട്ട് തന്നെയാ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ എന്നെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് ഈ പോലീസുകാരെ ഒന്നും യാതൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ ഗൗതം ഇതുപോലുള്ള ഭീഷണി വല്ല പാവപ്പെട്ടവരുടെ അടുത്ത് പോയി ഇറക്കുന്നതായിരിക്കും നല്ലത്. അവർ ഇതൊക്കെ കേട്ട് പേടിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൗതം സ്ഥലം വിടുന്നതാണ് നല്ലത്. എൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതിൽ നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇവിടം വരെ വളർന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നിലേക്ക് ഇനിയും പോകാൻ അറിയുന്നവൻ തന്നെയാണ് ഈ ഞാൻ. അതിന് ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഒറ്റയ്ക്ക് വളർന്നു വന്നവൻ തന്നെയാണ് ഈ ഞാൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്ത നിർമ്മൽ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു പോവുകയാണ് ഗൗതം. മാത്രവുമല്ല ഇതേ സമയമാകട്ടെ എന്താണ് പിങ്കിയുടെ മനസ്സിൽ എന്ന് അറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന നന്ദ പിങ്കിയോട് എന്താണ് പിങ്കി ഇപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയും നിർമ്മലിന്റെ വരവിനെ തുടർന്ന് പിങ്കിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പിങ്കി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.